ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നവംബർ ഡിസംബർ ഈ മാസം നവംബർ മാസം ലാസ്റ്റും ഡിസംബർ മാസം ഫസ്റ്റുമാണ്. ഇവിടെ ജനറൽ സീറ്റാണ്. ആണുങ്ങൾക്ക് നിൽക്കാം, ഞാൻ നിൽക്കില്ല, MLAക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ആണോ ഒരു പെൺകുട്ടിയോ നിർത്താം. ആണിന് പെണ്ണായാലും കുഴപ്പമില്ല, പെണ്ണിനെ ആണാകാൻ പാടില്ല. അപ്പോൾ പെൺകുട്ടിയോ ആണോ നിർത്താം. നമ്മുടെ ചിഹ്നം കൈയാണ്. കൈച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നമ്മുടെ പഞ്ചായത്തിലിപ്പോൾ ഒരു നിത്യനിർവഹണത്തിന് പൈസ ഇല്ലാത്ത ഒരു പഞ്ചായത്താക്കി മാറ്റിയിരിക്കുക. എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു 15 കോടി ഒക്കെ ഉണ്ടായിരുന്നു. അതിനടുത്തൊക്കെ ബില്ലുകളൊക്കെ കെട്ടി അതിലൊരു വരുമാനമില്ലാണ്ട് തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇലക്ട്രിസിറ്റി ബില്ലും കറണ്ട് ബില്ലും മാത്രം കെട്ടാൻ മാത്രം തികയുന്നില്ല. പിന്നെ നമ്മൾ പെൻഷനൊക്കെ തരുന്നില്ല. 200 കൂട്ടണം, നല്ല കാര്യം തന്നെ, 200 കൂട്ടിക്കോട്ടെ. പക്ഷേ എല്ലാ ടാക്സും വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോൾ മുളക്, കൽപ്പൂരം, അരിക്ക് 28 രൂപ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് 28 രൂപ അരി, ഇപ്പോൾ 56 രൂപ, 45 രൂപ, 50 രൂപയായി അരി. അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് പാവപ്പെട്ടവന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവർ അപൂർവമാണ്. നമ്മളൊക്കെ പാവപ്പെട്ടവന് വേണ്ടി പണിയെടുത്ത് 500 ആൾക്ക് TV മൊബൈൽ കൊടുത്തു, 2000 ആൾക്കാർക്ക് കുടിവെള്ളം കൊടുത്തു, പിന്നെ 4000 ആൾക്കാർക്ക് വീട് കൊടുത്തു, നമ്മുടെ അമ്പലത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും പള്ളിൻ്റെയും പേര്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൈച്ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അപ്പോൾ സ്വർണ്ണക്കൊള്ളയൊക്കെ നടക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹമൊക്കെ അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ CPMൻ്റെ ഭരണകർത്താക്കൾ ചെയ്യുന്നത്. അയ്യപ്പൻ്റെ ഭരണം അന്ന് കൊറോണ വന്നു, പിന്നെന്താ വന്ന് വെള്ളപ്പൊക്കം വന്നു, പിന്നെ വന്നു ശബരിമല വിഷയത്തിൽ തീണ്ടാലി വന്നവരെ കയറ്റിവിടണം പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ. അപ്പോൾ അതെല്ലാം ഒരു തെറ്റായ നടപടിയാണ്. അപ്പോൾ ഭഗവാനെ അടക്കം ഇവർ വിഴുങ്ങുകയാണ്. എല്ലാ അമ്പലങ്ങളിലും CPMകാരാണ് ഇപ്പോൾ കൈയേറിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിക്കുളങ്ങര അമ്പലം, പോത്തുണ്ടി അമ്പലം. നെല്ലിക്കുളങ്ങര അമ്പലത്തിൽ നേരത്തെ ഒരു മാസം ചോറ കൊടുത്തു, കഞ്ഞിയാക്കി. അപ്പോൾ കഞ്ഞിപ്പണിയെ കാണിച്ചു പോകും. അപ്പോൾ അതൊക്കെ മാറ്റി എടുത്തിട്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യണം. അത് ഇവരെ കൊണ്ട് കഴിയില്ല. ഇവരെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക, അവരുടെ പിണറായി വിജയൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുക, ഇവരെ രക്ഷപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി തട്ടിപ്പിന് സ്വർണ്ണക്കുഴ കവർച്ചയൊക്കെ നടത്തിയിട്ട് വളരെ അവസ്ഥ മോശമായ ഒരു സർക്കാരാണ്. അതിന് നിങ്ങൾ എല്ലാവരും കൈകൊണ്ട് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. സ്ഥാനാർത്ഥി തരാം. ഇനിയും നമ്മൾക്ക് മീറ്റിംഗൊക്കെ കൂടാം. പിന്നെ കള്ളോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരും. നിങ്ങൾ കണ്ടു കാണുന്നവർക്ക് നിങ്ങൾ തന്നെ പോയി വോട്ട് ചെയ്യുക. ഓപ്പൺ വോട്ട് ചെയ്യേണ്ട. അല്ലാത്തവരും മക്കൾ വോട്ട് ചെയ്യണം. ഇപ്രാവശ്യം 2 വോട്ട് ഒരാൾ ചെയ്യാൻ വിടില്ല, പോത്തുണ്ടിയിൽ വിടില്ല, ഉറപ്പാണ്. അപ്പുറത്തെ 11-ാം പാടാണ്, ഇപ്പുറത്തെ 12-ാം പാട്. സാമൂഹിക അവിടെ നിന്ന് 11 പാട്. നമ്മൾ അവിടെ പോത്തുണ്ടി പണിയെടുക്കുന്ന പറഞ്ഞ് എടുത്ത് ചെമ്മന്തോടിലേക്ക് എടുത്ത് മാറ്റി, അകമ്പാടത്തേക്ക് ചെമ്മന്തോട് പാടിലേക്ക് മാറ്റി. അപ്പോൾ പണിയെടുക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പാവപ്പെട്ടവൻ്റെ വോട്ടിൽ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുത്ത് അവനവന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കും.